ഇറാനും അമേരിക്കൻ ഇസ്രായേൽ സഖ്യവും തമ്മിൽ നടക്കുന്ന യുദ്ധം കൂടുതൽ വഷളാകുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റഷ്യക്കും ഇറാനും തമ്മിലുള്ള ഒരു സുപ്രധാന ആയുധ വിതരണ പാത ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആദ്യമായി കാസ്പിയൻ കടലിൽ ആക്രമണം അഴിച്ചുവിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ആക്രമണം വെറുമൊരു സൈനിക നടപടി മാത്രമല്ല, ഒരു തന്ത്രപ്രധാനമായ സന്ദേശം കൂടിയാണ്. അതായത് ഈ യുദ്ധം ഇപ്പോൾ പരമ്പരാഗത അതിർത്തികൾ മറികടന്നിരിക്കുന്നു എന്നതാണ് ആ സന്ദേശം. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമായി കണക്കാക്കപ്പെടുന്ന കാസ്പിയൻ കടൽ റഷ്യക്കും ഇറാനും ഇടയിലുള്ളൊരു സുരക്ഷിത ഇടനാഴിയായി വളരെ കാലമായി നിലനിൽക്കുകയാണ്. ഈ പ്രദേശം അമേരിക്കൻ നാവികസേനയുടെ പരിധിക്ക് അപ്പുറമാണെന്നും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ റഷ്യക്കും ഇറാനും കാര്യമായ അപകട സാധ്യതയില്ലാതെ ആയുധങ്ങളും മറ്റ് സാധനങ്ങളും കൈമാറാനും വിതരണം ചെയ്യാനും ഈ ഇടനാഴി സഹായകമാണ്. ഡ്രോണുകൾ, പീരങ്കി ഷെല്ലുകൾ, ദശലക്ഷക്കണക്കിന് വെടിയുണ്ടകൾ എന്നിവയെല്ലാം ഈ വഴിയിലൂടെ ഇവർ കൊണ്ടുപോയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 3 ലക്ഷത്തിലധികം പീരങ്കി ഷെല്ലുകളും ഏകദേശം 1 മില്യൺ വെടിയുണ്ടകളും ഈ വഴിയിലൂടെ ഇവർ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ്റെ ഷഹദ് ഡ്രോണുകൾ ഈ വിതരണ ശൃംഖലയിലെ ഒരു നിർണായക കണ്ണിയായി മാറിയിരിക്കുന്നു. ഉക്രൈനിയൻ നഗരങ്ങളെ ആക്രമിക്കാൻ റഷ്യ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കാൻ ഇറാൻ ഇതിനെ ഉപയോഗിക്കുന്നു. ഈ ശൃംഖല തകർക്കാൻ ഇറാൻ്റെ കാസ്പിയൻ തീരത്തുള്ള ഒരു തുറമുഖമായ ബന്ദർ അൻസാലിയെ ഇസ്രയേൽ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ട്. യുദ്ധക്കപ്പലുകൾ, നാവിക കമാൻഡ് സെൻറ്ററുകൾ, കപ്പൽശാലകൾ, അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ഡസൻ കണക്കിന് സൈനിക സ്ഥാപനങ്ങളെയാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചത്. നിരവധി കപ്പലുകൾ നശിപ്പിക്കപ്പെട്ടതായും നാവിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും സൂചനകളുണ്ട്. റഷ്യയും ഇറാനും തമ്മിലുള്ള വളർന്നുവരുന്ന സൈനിക സഖ്യത്തെ തുറന്ന് കാണിക്കുകയാണ് ഈ ആക്രമണം. യുദ്ധസമയത്ത് റഷ്യ ഇറാന് ഉപഗ്രഹ രഹസ്യാന്വേഷണവും നൂതന ഡ്രോൺ സാങ്കേതികവിദ്യയും നൽകിയിരുന്നു. ഇത് ഇറാൻ്റെ ആക്രമണങ്ങളുടെ കൃത്യതയും ശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ലക്ഷ്യം തെറ്റാത്ത പല ആക്രമണങ്ങളും റഷ്യൻ സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലിപ്പോൾ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം സൈനികമായി മാത്രമല്ല സാമ്പത്തികമായും ഉണ്ടായേക്കാം. ഗോതമ്പിൻ്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വ്യാപാരവുമായും ഈ സമുദ്രപാത ബന്ധപ്പെട്ടിരുന്നു. അതിനാൽ ഡ്രോൺ വിതരണങ്ങളെ മാത്രമല്ല ഭക്ഷ്യ സുരക്ഷയെയും ഇത് ബാധിച്ചേക്കാം. സിവിലിയൻ വ്യാപാര കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ച റഷ്യ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. അത്തരം നടപടികൾ യുദ്ധം കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്നും റഷ്യ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യയും ഇറാനും ബദൽ മാർഗങ്ങൾ തേടിയേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിന് തിരിച്ചടി എന്തായാലും ഉണ്ടാകുമെന്നും നിരീക്ഷകർ കണക്കുകൂട്ടുന്നു.